അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. മുൻപല്ലുകൾ നഷ്ടപ്പെട്ട് ഒട്ടിയ കവിളും നീണ്ടുമെലിഞ്ഞ ശരീരവുമുള്ള അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട 10 സ്വഹാബികളിൽ ഒരാളാണ്. ആമിർ ബിനു അബ്ദുല്ലാഹി ബിനുൽ ജറാഹ് ആണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 11ാമത്തെ പിതാമഹനായ ഫിഹ്റിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ഈ സമുദായത്തിലെ വിശ്വസ്തൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിശ്വസിപ്പിക്കുകയുണ്ടായി. നബി പറഞ്ഞു, ഓരോ സമുദായത്തിനും ഒരു വിശ്വസ്തനുണ്ട്. ഈ സമുദായത്തിലെ വിശ്വസ്തൻ അബൂ ഉബൈദയാകുന്നു. ഒരിക്കൽ ഒരു സമരമുഖത്ത് നിലകൊള്ളുകയായിരുന്ന അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പോഷക സൈന്യത്തെ അയക്കുകയുണ്ടായി. അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹു സൈന്യത്തിൽ സാധാരണ പടയാളികളാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ പദവി ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു മരണശയ്യയിൽ വെച്ച് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി: അബൂ ഉബൈദ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഞാൻ എൻ്റെ പിൻഗാമിയായി നിയമിക്കുമായിരുന്നു. അള്ളാഹു അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിശ്വസ്തനായ വ്യക്തിയെ മാത്രമാണ് ഞാൻ നിയോഗിച്ചതെന്ന് സമാധാനം പറയുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അർക്കമിൻ്റെ വീട്ടിൽ രഹസ്യ പ്രബോധനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രേരണ കാരണം അബൂ ഉബൈദ ഇസ്ലാം സ്വീകരിച്ചു. പ്രതിയോഗികളുടെ ക്രൂരമർദ്ദനങ്ങൾക്ക് സ്വാഭാവികമായും അദ്ദേഹം വിധേയനായി. അബസീനിയയിലേക്കുള്ള 2ാമത്തെ ഹിജ്റയിൽ അദ്ദേഹവും പങ്കുകൊണ്ടു. അവിടെ നിന്ന് മടങ്ങി വന്ന ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുപിരിയാത്ത സഹചാരിയായി യാതനയുടെ തീച്ചൂളയിൽ ജീവിതം നയിച്ചു. ബദർ, ഉഹദ് അടക്കമുള്ള എല്ലാ ധർമ്മസമരങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. പ്രവാചക സ്നേഹത്തിൻ്റെ പാത്രമായ അദ്ദേഹം ഉഹദ് രണാങ്കണത്തിൽ രോമാഞ്ചജനകമായ ധീരത കാഴ്ചവെച്ചു. തിരുമേനിയുടെ ജീവരക്തത്തിന് വേണ്ടി കഴുകനെ പോലെ പറന്നെടുത്ത ശത്രുനിരയുടെ നേരെ ജീവൻ തൃണവൽഗണിച്ച് പടപൊരുതി തിരുമേനിയുടെ സന്നിധിയിൽ നിന്ന് ഒരിക്കലും അദ്ദേഹം അകന്നുപോയില്ല. ഒരു വേള ശത്രുവലയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഖഡ്ഗം മിന്നൽ പിണർ പോലെ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വാള് 100 വാളുകൾക്ക് സമാനമായിരുന്നു. അതിനിടയിൽ ഒരു അസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലക്ഷ്യം വെച്ച് വരുന്നത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. നൊടിയിട കൊണ്ട് ശത്രുവലയം ഭേദിച്ച് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലെത്തി. പരിശുദ്ധ രക്തം വലത് കൈകൊണ്ട് തടവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു: തൻ്റെ സൃഷ്ടാവിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രവാചകൻ്റെ വദനം രക്തമംഗലമാക്കിയ ഒരു ജനവിഭാഗം എങ്ങനെ വിജയിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
തലയിൽ അണിഞ്ഞിരുന്ന പടത്തൊപ്പിയുടെ 2 വട്ടക്കണ്ണികൾ ഇരു കവിളിലും ആഞ്ഞിറങ്ങിയിരുന്നു. ആ മുറിവുകളിലൂടെയാണ് രക്തമൊഴുകുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സംഭവം ഇങ്ങനെ വിവരിക്കുന്നു: അസഹ്യമായ വേദന അനുഭവിച്ച് രക്തമൊഴുകുന്നത് കണ്ട് ഞാൻ ഓടിച്ചെല്ലുകയാണ്. കീഴ്ഭാഗത്ത് നിന്നൊരു മനുഷ്യൻ പറവ പോലെ കുനിഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. പടച്ചവനെ, അത് ശത്രുവല്ലാതിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സാ പ്രാർത്ഥിച്ചു. അയാൾ അടുത്തെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് അബൂ ഉബൈദയാണെന്ന്. അദ്ദേഹം എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു. പടത്തൊപ്പിയുടെ ഒരു വട്ടക്കണ്ണി അദ്ദേഹം മുൻപല്ല് കൊണ്ട് കടിച്ചു പറിച്ച് താഴെയിട്ടു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മുൻപല്ലും താഴെ വീണു. 2ാമത്തെ വട്ടക്കണ്ണിയും അദ്ദേഹം കടിച്ചു പറിച്ചു. അപ്പോഴും ഒരു പല്ല് നഷ്ടപ്പെട്ടു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ 300-ൽ പരം സൈനികരുടെ നേതൃത്വം നൽകിക്കൊണ്ട് ഒരു ദൂരദിക്കിലേക്ക് യുദ്ധത്തിന് നിയോഗിച്ചു. ദുർഘടം പിടിച്ച ദൂരയാത്രയായിരുന്നു അത്. വഴിമധ്യേ അവരുടെ ഭക്ഷണ സാധനങ്ങൾ തീർന്നുപോയി. ഒരാൾക്ക് ഒരു ദിവസം ഒരു കാരക്ക വീതം ഭക്ഷിക്കാൻ പോലും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. എങ്കിലും ആ സൈന്യാധിപന്റെ മനക്കരുത്ത് തളർത്താനും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനും അത് കാരണമായില്ല. അവർ ലക്ഷ്യത്തിലേക്ക് തന്നെ നീങ്ങി. എല്ലാം തീർന്ന് പ്രസ്തുത സംഘം പച്ചിലകൾ ഭക്ഷിച്ചു വെള്ളം കുടിച്ചും ദൗത്യം നിർവഹിച്ചു. ഈ യുദ്ധം പച്ചില എന്നർത്ഥം വരുന്ന കബത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അബൂ ഉബൈദയോട് അതിയായ സ്നേഹമായിരുന്നു. ഒരിക്കൽ യമനിലെ നജ്റാനിൽ നിന്നൊരു നിവേദക സംഘം മദീനയിൽ വന്നു. തങ്ങൾക്ക് ഖുർആനും സുന്നത്തും പഠിപ്പിക്കുവാൻ ഒരാളെ നജ്റാനിലേക്ക് അയച്ചു തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടു. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളോടൊപ്പം വിശ്വസ്തനായ ഒരു മനുഷ്യനെ ഞാൻ അയച്ചു തരാം. അദ്ദേഹം അതിവിശ്വസ്തനായിരിക്കും എന്ന് നബി 3 പ്രാവശ്യം ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഈ ആവർത്തനം കേട്ടപ്പോൾ ആ മഹാഭാഗ്യവാൻ തങ്ങളായിരുന്നുവെങ്കിൽ എന്ന് ഓരോ സഹാബിയും ആഗ്രഹിച്ചു പോയ നിമിഷമായിരുന്നു അത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് നോക്കൂ, ഞാൻ ഒരിക്കലും സ്ഥാനമാനങ്ങൾ കൊതിച്ചിരുന്നില്ല. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ അതിവിശ്വസ്തൻ എന്ന പ്രകീർത്തനം കേട്ടപ്പോൾ അത് ഞാനായിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചുപോയി. അന്ന് നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുകൾ തൻ്റെ അനുയായികളുടെ ആ വിശ്വസ്തനെ പരതുകയാണ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടാൻ വേണ്ടി തല ഉയർത്തി പൊങ്ങിയിരുന്നു. ഇത് പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അബൂ ഉബൈദയെ കണ്ട മാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, നീ ഇവരുടെ കൂടെ നജ്റാനിലേക്ക് പുറപ്പെടുക, സത്യസന്ധമായി വിധി നടത്തുകയും ചെയ്യുക. അങ്ങനെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അവരോട് കൂടെ നജ്റാനിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷവും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വിശ്വസ്തയോടുകൂടി ഇസ്ലാമിനെ സേവിച്ചു. ഇസ്ലാമിൻ്റെ പതാകയ്ക്ക് കീഴിൽ അനുസരണയുള്ള ഒരു സാധാരണ ഭടനും സൈന്യാധിപനായും അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയുണ്ടായി. ഒരു സാധാരണ ഭടൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്ന യോഗ്യതയും സാഹസവും അദ്ദേഹത്തെ ഒരു സൈന്യാധിപനാണെന്ന് തോന്നിപ്പിക്കുമായിരുന്നു. നേതാവെന്ന നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും വിനയവും ഒരു സാധാരണ ഭടൻ്റേത് പോലെയായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രസിദ്ധമായ യർമൂക്ക് യുദ്ധത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു സൈന്യാധിപൻ. യുദ്ധം നിർണായക ഘട്ടത്തിലെത്തിയപ്പോൾ സൈന്യ നേതൃത്വം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൽ അർപ്പിച്ചുകൊണ്ട് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പുതിയ ഉത്തരവ് അബൂ ഉബൈദ കൈപ്പറ്റുകയുണ്ടായി. ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ പ്രസ്തുത യുദ്ധം വിജയം വരിക്കുന്നത് വരെ ആ ഉത്തരവ് അദ്ദേഹം മറച്ചു വെക്കുകയാണ് ഉണ്ടായത്. യുദ്ധം വിജയകരമായി പര്യവസാനിച്ച ശേഷം അദ്ദേഹം വിനയത്തോടു കൂടി ഖലീഫയുടെ കത്തുമായി ഖാലിദിനെ സമീപിച്ച് വിവരം അറിയിച്ചു. ഖാലിദ് ചോദിച്ചു, വന്ദ്യരായ അബൂ ഉബൈദ, ആ ഉത്തരവ് അങ്ങക്ക് കിട്ടിയപ്പോൾ തന്നെ അതെന്നെ ഏൽപ്പിച്ച് അങ്ങ് നേതൃത്വം ഏറ്റെടുക്കേണ്ടതായിരുന്നില്ലേ? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
യുദ്ധത്തിന് ഭംഗം വരുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. ഐഹിക സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവരോ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരോ അല്ലല്ലോ നാം. ആര് നേതാവായാലും നാം എല്ലാവരും ദൈവമാർഗത്തിൽ സഹോദരന്മാരാണ്. എണ്ണത്തിലും വണ്ണത്തിലും ബൃഹത്തായ ഒരു സൈന്യത്തിൻ്റെ നേതൃത്വം വഹിച്ച അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഒരു സാധാരണ സൈനികൻ്റെ നിലവാരത്തിൽ കവിഞ്ഞ മനസ്ഥിതി വെച്ച് പുലർത്തിയില്ല. സിറിയയിലെ തൻ്റെ അനുയായികളോട് അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പ്രസംഗിച്ചു: മഹാജനങ്ങളെ, ഞാൻ ഖുറൈശി വംശജനായ ഒരു മുസ്ലിമാണ്. നിങ്ങളിൽ കറുത്തവനോ വെളുത്തവനോ ആരുമാകട്ടെ, അള്ളാഹുവിനോടുള്ള ഭക്തിയിൽ ആര് എന്നെ കവച്ചു വെക്കുന്നുവോ അവനെ ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. ഉമർ റളിയല്ലാഹു അൻഹു സിറിയ സന്ദർശനത്തിനെത്തിയപ്പോൾ സ്വീകരിക്കാൻ വന്നവരോട് അദ്ദേഹം ചോദിച്ചു: എൻ്റെ സഹോദരൻ അബൂ ഉബൈദ എവിടെ? അദ്ദേഹത്തെ കണ്ട മാത്രയിൽ ഉമർ റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വാഹനവും വാളും പരിചയമല്ലാതെ ഒന്നും കാര്യമായി കാണാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞില്ല. അദ്ദേഹം ചോദിച്ചു: അബൂ ഉബൈദ, നിങ്ങൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞു: എനിക്കൊന്നും ആവശ്യമില്ല അമീറുൽ മുഅ്മിനീൻ. ഹിജ്റ 18-ാം വർഷം ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ തൻ്റെ ഔദ്യോഗിക കൃത്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നു. ഒരു ദൂതൻ വന്ന് പറഞ്ഞു: അമീറുൽ മുഅ്മിനീൻ, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നിര്യാതനായിരിക്കുന്നു. അണപൊട്ടിയൊഴുകിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു: അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. ഞാൻ വല്ലതും ഈ ലോകത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അബൂ ഉബൈദയെ പോലെയുള്ളവരെ കൊണ്ട് നിറക്കപ്പെട്ട ഒരു കുടുംബത്തെ മാത്രമായിരുന്നു. ജോർദാനിലെ അംവാസ് എന്ന സ്ഥലത്ത് വെച്ച് 58-ാം വയസ്സിൽ പ്ലേഗ് രോഗം ബാധിച്ചാണ് മഹാനവറുകൾ ഇഹലോകവാസം അവസാനിപ്പിച്ചത്. അള്ളാഹു മഹാന്മാരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.